Hello my dear students, welcome to Learner's World. In this video, I talk about Module 5 Reading Skills Part 2, Passage 2. Go through the following passage and underline the unfamiliar words and try to guess their meanings from the context. അതായത് നമ്മളുടെ പാസേജ് റീഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ് കണ്ടെത്താനും അതിൻ്റെ മീനിങ് ഈ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീനിങ് കണ്ടെത്താനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ പാസേജ് വാട്ട് ട്രൂ എഡ്യൂക്കേഷൻ ഷുഡ് ഡു എന്നുള്ള ഒരു പാസേജാണ്. ഇത് റീഡ് ചെയ്തിട്ട് ഇതിൽ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ബോൾഡ് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. When most people think of the word education, they think of people as a sort of animate society casing. Into this casing, the teachers are supposed to stuff education, but genuine education is not insert in the stuffing of information into a person, but rather eliciting knowledge from him or her. It is the drawing out of what is in the mind. അതായത് ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഒരു സ്റ്റുഡൻറ്റിൽ ഇൻഫോർമേഷൻസ് സ്റ്റഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക, ഇൻഫോർമേഷൻസ് അവനിൽ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് അല്ല എന്നാണ് പറയുന്നത്. പിന്നീട് ജെനുവിൻ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഇൻസ്റ്റൻറ്റ് ഇൻ ദ സ്റ്റഫിംഗ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ പേഴ്സൺ ബട്ട് റാദർ എലിസിറ്റിംഗ് നോളജ് ഫ്രം ഹിം ഓർ ഹെർ. ഇറ്റ് ഈസ് ഡ്രോയിങ് ഔട്ട് ഓഫ് വാട്ട് ഈസ് ഇൻ ദ മൈൻഡ്. പിന്നെ ഒരു ടീച്ചർ ചെയ്യേണ്ടത്, അതായത് അവനിൽ ഇൻഫോർമേഷൻസ് സ്റ്റഫ് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് ടീച്ചേഴ്സ് ചെയ്യേണ്ട ഒരു ജോലി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനിലുള്ള ട്രൂ ഇന്നർ നോളജ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ജെനുവിൻ എഡ്യൂക്കേഷൻ, ഒരു ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് സ്റ്റഫ് ചെയ്യുക എന്നുള്ളതല്ല, പകരം ആ ഒരു സ്റ്റുഡൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് അവനിൽ ഇന്നർ നോളജ് ഉണ്ടാവും, അതിനെ നമ്മൾ കണ്ടെത്തുകയും അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ആനിമേറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് ലിവിങ് എന്നുള്ളതാണ്. ദെൻ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക, അതായത് ഇൻഫോർമേഷൻസ് നമ്മൾ ഒരു പേഴ്സണിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ജെനുവിൻ ഈസ് true or real education. Real education is not inserted in the stuffing of information. അതായത് റിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളിൽ നമ്മൾ ഇൻഫോർമേഷൻസ് ഫില്ല് ചെയ്യുക എന്നല്ല, പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനിലുള്ള ഇന്നർ നോളജിനെ നമ്മൾ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ എലിസിറ്റിംഗ് മീനിങ് ഗെറ്റിംഗ്. The most important part of education, wrote William Ernest Hawkins, is this instruction of a person in what he or she has inside him or her. Socrates never said, "I know, learn from me." He said, rather, looking into your own selves and find the spark of truth that God has put into every heart, and that only you can kindle to flame. So many of the discussions and controversies about the content education are futile and inconclusive because they are with what should go into the student rather than with what should be taken out and how this can best be done. ഇവിടെ പറയുന്നത്, സോക്രട്ടീസ് പറയുന്നുണ്ട്, എന്നിൽ നിന്ന് പഠിക്കാനല്ല പറയുന്നത്, നിങ്ങളിൽ നിന്ന്, അതായത് അവർ സെൽഫ്സ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ നോളജിനെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുകയും അതിന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു ട്രൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസും ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂട്ടൈൽ, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള പീപ്പിൾസിനെ കണ്ടെത്തുക എന്നുള്ളതല്ല, പിന്നെ എന്താണ് യൂസ്ലെസ് ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പിന്നെ എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിലുള്ള ഇന്നർ നോളജിനെ കണ്ടെത്തുകയും അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് അൺഫെമിലിയർ വേർഡ്സ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മീനിങ് ടീച്ചിങ് ആൻഡ് കൈൻഡിൽ മീനിങ് ലൈറ്റ് or controversies, difference of opinion, and futile, useless. Then education to have any meaning beyond the purpose of creating well informed dunces.
must elicit from the people what is latent in every human being, the rules of reason, the inner knowledge of what is proper for men to be and do, the ability to sift evidence and come to conclusions that can generally be assented by all open minds and warm hearts. Peoples are more like oysters and sausages. The job of teaching is not stuff them and then seal up, but to help them open and reveal the riches within. There are pearls in each of us if only we knew how to cultivate them with ardor and persistence. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡെൻസസ്, അതായത് ഫുളിഷ് പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ പേഴ്സൻ്റെയും ഉള്ളിലുള്ള ഇന്നർ നോളജിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദ ജോബ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പേഴ്സണിലെ ഇൻഫോർമേഷൻസ് ഫില്ല് ചെയ്യുക എന്നുള്ളതല്ല, അവൻ്റെ ഉള്ളിലുള്ള റിച്ചസ്, ട്രഷേഴ്സ് അതിനെ നമ്മൾ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഓരോ പേഴ്സണിലും അവരിലും പേൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കഴിവുകൾ, പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനെ കണ്ടെത്തുകയും അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ, അതായത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജോബ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ഇതിൽ കുറച്ച് അൺഫെമിലിയർ വേർഡ്സ് ഉണ്ട്. പർപ്പസ് എന്നുള്ളത് എയിം എന്നാണ്. ഡെൻസസ്, ഫുളിഷ് പേഴ്സൺസ്, then swift, sought out, then ascended, agreed to, then riches, treasures, then cultivate, develop, and order, persistent, insistence. Okay, then meaning of വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാസേജിലുള്ള അൺഫെമിലിയർ വേർഡും അതിൻ്റെ മീനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പാസേജ് വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡിങ് ഫാക്ട്സ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ടേക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ജെനുവിൻ എഡ്യൂക്കേഷൻ മീൻസ് സ്റ്റഫിംഗ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ പേഴ്സൺ. അതായത് ജെനുവിൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റഫിംഗ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഒരു പേഴ്സണിൽ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫോൾസ് ആണ്, അതല്ല ജെനുവിൻ എഡ്യൂക്കേഷൻ. ഒരു ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണിൽ അടങ്ങിയിട്ടുള്ള ഇന്നർ നോളജിനെ കണ്ടെത്തുകയും അത് പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജെനുവിൻ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, സോക്രട്ടീസ് ആസ്ക്ഡ് us to find the flame within and kindle it. അതായത് സോക്രട്ടീസ് നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ മനസ്സിൽ ഉള്ള ആ ഒരു പേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത്. അത് ട്രൂ ആണ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പറയുന്നുണ്ട്. ദെൻ കൾട്ടിവേഷൻ ഈസ് ഇൻ്റഗ്രൽ ടു എഡ്യൂക്കേഷൻ. അതായത് കൾട്ടിവേഷൻ, അതായത് ഡെവലപ്പ് എന്നുള്ളത് എഡ്യൂക്കേഷൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോട്ട് ഗീവൺ ആണ്. ദെൻ വൊക്കാബുലറി, ചൂസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഇവിടെ ബോൾഡ് ലെറ്ററിൽ ഇറ്റാലിസൈസ്ഡ് വേർഡിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. First one is, but genuine education is not inserting the stuffing of information in a person, which among the following is closest in meaning to the italicized word. അപ്പോൾ ജെനുവിൻ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നത് ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് പറയുന്നത്. ജെനുവിൻ എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ ഈ ഒരു പാസേജിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രൂ ഓർ റിയൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സെയിം മീനിങ് വരുന്നത് റിയൽ ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ്, സോ മെനി ഓഫ് ദ ഡിസ്കഷൻസ് ആൻഡ് കോൺട്രവേഴ്സീസ് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ഫ്യൂട്ടൈൽ, വിച്ച് ഐ മീൻ ദ ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസും അതുപോലെ ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്യൂട്ടൈൽ, യൂസ്ലെസ് ആയിട്ടുള്ള പേഴ്സണെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂട്ടൈൽ എന്നുള്ളതിൻ്റെ മീനിങ് യൂസ്ലെസ് ആണ്, നമ്മളിതിൻ്റെ പാസേജിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് മീനിങ്, ഫ്യൂട്ടൈലിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ്.
ഫ്യൂട്ടൈൽ യൂസ്ലെസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് യൂസ്ഫുൾ ആണ്. ആൻസർ ഈസ് യൂസ്ഫുൾ. ദെൻ മേക്കിംഗ് ഇൻഫറൻസസ്, ചൂസ് ദ ബെസ്റ്റ് ആൻസർ. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ, ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ദർ ആർ പേഴ്സ് ഇൻ ഈച്ച് ഓഫ് us which in the following best express the idea of the given sentence in the text. അതായത് ഓരോ മനുഷ്യരിലും പേഴ്സ്, ട്രഷേഴ്സ് അടങ്ങിയിരിക്കുന്നുണ്ട്, കഴിവുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ബോത്ത് ബി ആൻഡ് സി ആണ്. ബി ദർ ഇസ് മച്ച് പൊട്ടൻഷ്യൽ ഇൻ അസ്, അതായത് ഓരോ മനുഷ്യരിലും കഴിവുകളുണ്ട്. വി ആർ ഓഫൺ അൺഅവെയർ അബൌട്ട് അവർ ഓൺ പൊട്ടൻഷ്യൽ, അതായത് നമ്മളുടെ കഴിവുകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്കാനിങ് ഫോർ സ്പെസിഫിക് ഇൻഫോർമേഷൻ, മാച്ച് ദ സെൻറ്റൻസസ് ഇൻ ദ കോളം ബിലോ ആൻഡ് ഫൈൻഡ് ദ ബെസ്റ്റ് വേ ടു കംപ്ലീറ്റ് ഈച്ച് സെൻറ്റൻസ്. ഓക്കെ, അതായത് കോളം 1 കോളം 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പാസേജ് വായിച്ച് ഈ കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. എലിസിറ്റിംഗ് നോളജ്, igniting what is lying hidden within. Then stuffing information, ജോബ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് സ്റ്റഫിങ് ഇൻഫോർമേഷൻ ആണെന്നത് നമ്മൾ പാസേജിൽ കണ്ടതാണ്. മെനി ഡിസ്കഷൻസ് ആൻഡ് കോൺട്രവേഴ്സീസ് അബൌട്ട് കണ്ടൻറ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ഓൺ വാട്ട് ഷുഡ് ബി തോട്ട്. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻസും കോൺട്രവേഴ്സീസും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ജെനുവിൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ട്രൂ എഡ്യൂക്കേഷനാണ്, റിയൽ എഡ്യൂക്കേഷനാണ്. ഓക്കെ, ദെൻ understanding the main idea, choose the best answer. Which of the following best summarizes the paragraph 2? അതായത് നമ്മളിപ്പോൾ 3 പാരഗ്രാഫ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 3 പാരഗ്രാഫ്സാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് സമ്മറൈസസ് ദ പാരഗ്രാഫ് 2, അതായത് രണ്ടാമത്തെ പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യുന്ന ബെസ്റ്റ് സമ്മറി നിങ്ങളോട് ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് സമ്മറൈസസ് ദ പാരഗ്രാഫ് 1, ഫസ്റ്റ് പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഹൗ എഡ്യൂക്കേഷൻ ഷുഡ് ബി ആണ് അതിൻ്റെ ആൻസർ. ദെൻ റിക്കഗ്നൈസിങ് റെഫറൻസ്, ചൂസ് ദ ബെസ്റ്റ് ആൻസർ, അതായത് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. ലുക്ക് ഇൻ ടു യുവർ ഓൺ സെൽഫ് ആൻഡ് ഫൈൻഡ് ദ സ്പാർക്ക് ഓഫ് ട്രൂത്ത് ദാറ്റ് ഗോഡ് ഹാസ് പുട്ട് ഇൻ ടു എവരി ഹേർട്ട് ആൻഡ് ദാറ്റ് ഓൺലി യു ക്യാൻ കാൻഡിൽ ടു എ ഫ്ലെയിം ദ വേർഡ് ദാറ്റ് ഇൻ ദിസ് സെൻറ്റൻസ് റെഫേഴ്സ് ടു. അതായത് നിങ്ങളിലേക്ക് നോക്കുക, അപ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഓഫ് ട്രൂത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിലും അതുപോലെയുള്ള സ്പാർക്ക് ഓഫ് ട്രൂത്ത് നിറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദാറ്റ് എന്നുള്ള ആ ഒരു വേർഡ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ്. ദാറ്റ് എന്നുള്ള വേർഡ് ദ സ്പാർക്ക് ഓഫ് ട്രൂത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. ദെൻ എഡ്യൂക്കേഷൻ മസ്റ്റ് എലിസിറ്റ് ഫ്രം ദ പീപ്പിൾ വാട്ട് ഈസ് ലേറ്റൻറ്റ് ഇൻ എവറി ഹ്യൂമൻ ബീങ്, ദ റൂൾസ് ഓഫ് റീസൺ ആൻഡ് ദ ഇന്നർ നോളജ്, വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് ലേറ്റൻറ്റ് ഇൻ ദിസ് സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ ലേറ്റൻറ്റ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് എന്തിനാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ആൻസർ. ബോത്ത് ബി ആൻഡ് സി ആണ്. ദ റൂൾസ് ഓഫ് റീസണെയും ദ ഇന്നർ നോളജിനെയും ആണ് ലേറ്റൻറ്റ് എന്നുള്ള ആ ഒരു വേർഡ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.